ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് സോയ ചങ്ക്സ് ചില്ലി ഗ്രേവിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ. നമ്മൾ ആദ്യം തന്നെ സോയ ചങ്ക്സ് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഫ്രൈ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളിത് ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ, സാധാ പച്ചവെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം കഴുകി പിഴിഞ്ഞ് അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു. ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്യാമെടുക്കാം കേട്ടോ. ചൂടുവെള്ളത്തിലൊന്നും മിക്സ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് സാധാ പച്ചവെള്ളത്തിൽ വെച്ചാലും മതി. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ അമർത്തിയിടണേ. നമ്മുടെ സോയാബീൻ നല്ലോണം ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഡീപ്പ് ഫ്രൈ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ലോണം ആയിട്ടുണ്ട്. നമുക്കതിന് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നമുക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രൈ ആയാലും ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, കാരണം നമ്മൾ ഒന്നും കൂടെ കുക്ക് ചെയ്യുന്നുണ്ട് ഇത്. അപ്പോൾ പിന്നെ എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, സബോള എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം. 2 3 സബോള ചേർക്കാൻ, ഞാൻ വലിയ സബോള ആയതുകൊണ്ട് ഞാൻ 2 ചേർത്തിട്ടുള്ളൂ. നമുക്ക് ഇതൊന്ന് വേഗം വഴണ്ടി വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാൻ സോയാബീൻ വറുക്കുന്നതിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചതിൽ ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, സോയാബീനിൽ പിടിക്കാനുള്ളത്. ഇപ്പം ഞാൻ സബോളയിലും ചേർത്തിട്ടുണ്ട്. നല്ലോണം വഴണ്ടി വരട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. നല്ലോണം ആ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ലോണം വഴന്ന് വരട്ടെ. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂണേ മല്ലിപ്പൊടി ചേർക്കുന്നുള്ളൂ. ഇനി നല്ലോണം നമുക്ക് മൂപ്പിച്ചെടുക്കാം. ആ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് നല്ലോണം വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാലയാണ് ചേർക്കേണ്ടത്. ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. നല്ലോണം നമുക്ക് അതിലേക്ക് വഴറ്റി ചേർക്കാം. ഇപ്പോൾ സബോളയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല കൂടിയിട്ട് നല്ലൊരു ഫ്ലേവറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതിൽ തക്കാളി ചേർക്കുന്നില്ല, അതിന് പകരമായിട്ട് നമ്മൾ ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. സ്വീറ്റ് ആയിട്ടുള്ളൊരു ലൈറ്റ് സ്വീറ്റ് ആയിട്ടുള്ള കറിയായിട്ടാണ് നമുക്കിത് വരിക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒരു 3 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. നമുക്ക് ടൊമാറ്റോ ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. സ്വീറ്റ് കറി ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ സോയാ സോസ് ഞാൻ 1 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല, 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. നല്ലോണം നമുക്ക് വഴറ്റാം. നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടാണ് ഞാനിതെല്ലാം ചെയ്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ആകെ എടുത്തിട്ടുള്ളത്. അത് ഞാൻ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ തിക്ക് ഗ്രേവി കിട്ടുന്ന വരെ ഞാൻ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലോണം എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂണാണ്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർക്കുക. എല്ലാത്തിനും കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള നമുക്ക് സോയാബീൻ ഇതിലേക്ക് ചേർത്തിളക്കാം.
നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സോയാബീൻ ചേർത്തിട്ടുണ്ട്. നല്ലോണം ഇനി ഡീപ്പായിട്ട് കുക്കിന്ന് ചെയ്തെടുക്കണം എന്നില്ല, കാരണം ഓൾറെഡി കുക്കായിട്ടുള്ള സോയാബീനാണ്. പിന്നെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നവരാണെങ്കിൽ ഒന്നും കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഇതിനിപ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ കാശ്മീരി പൊടി ഇട്ടേക്കണം, അധികം എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എരിവിന് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ കുറച്ച് സ്വീറ്റായിട്ട് നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റായിട്ടുള്ള സോയാബീൻ റെഡി ആയിട്ടുണ്ട്. സാധാ വൈറ്റ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ വെജിറ്റബിൾ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഇതിൻ്റെ ആവശ്യത്തിന് സ്മെല്ലിന് മല്ലിയിലും കൂടി ചേർത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് അടിപൊളിയായിട്ട് സോയ ചങ്ക്സ് ചില്ലി ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.